അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസത്തിൽ നമ്മുടെ കൂട്ടുകാരും കൂട്ടുകാരികളും അവതരിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ കേൾക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഷവ്വാലമ്പള്ളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും വളരെ സ്നേഹത്തോടെ പീസ് റേഡിയോ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും എല്ലാ കൂട്ടുകാർക്കും അറിയിക്കുന്നു. വളരെ ആവേശത്തോടെയാണ് ഓരോ പെരുന്നാൾ ദിനത്തിലും നമ്മളെല്ലാവരും സ്റ്റാർ ക്വസ്റ്റിനെ, പ്രത്യേകിച്ച് പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളെ കാത്തിരിക്കാറുള്ളത്. വ്യത്യസ്തമായ കൂട്ടുകാർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പാട്ടും കഥയും കവിതയും പ്രസംഗങ്ങളുമൊക്കെയായി നമ്മുടെ കൂടെ കൂടുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രത്യേക സ്പെഷ്യൽ പരിപാടിയിലെ ഒന്നാമത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കാതോർക്കാം. ആദ്യമായി നമ്മുടെ കൂടെ ചേരുന്നത് ആമിന മുഹമ്മദ് അലി, കണ്ണൂർ കടവത്തൂരിലുള്ള അൽഫിത്ര വിദ്യാർത്ഥിനിയായ ആമിന മുഹമ്മദ് അലിയാണ് ഒരു പാട്ടുമായി നമ്മുടെ കൂടെ ചേരുന്നത്. നമുക്ക് ആമിനയുടെ പാട്ടിലേക്ക് കടക്കാം. അസ്സലാമലൈക്കും. ഞാൻ ആമിന മുഹമ്മദ് അലി. ഞാൻ ഇവിടെ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. പുഞ്ചിരി പെയ്യും കാലം പോലെ ഒരമ്പിളി മാനത്ത്, നെഞ്ചിലെ സ്നേഹമിടിപ്പുകൾ ദിക്റായി മാറണ നേരത്ത്, കുഞ്ചും കുഞ്ഞിക്കിളികൾ പാടണ റമളാനും ബൈത്ത്, പുതിയൊരു റമളാനും ബൈത്ത്. അഹ്ലഞ്ഞാ റമളാൻ ഷഹ്ലഞ്ഞാ റമളാൻ, അഹ്ലഞ്ഞാ റമളാൻ ഷഹ്ലഞ്ഞാ റമളാൻ. ഓരോ ജീവഗണങ്ങളിലും ഇനി നിറയുകയായി പുതുബർക്കത്ത്. ഒഴിഞ്ഞ ഹൃദയങ്ങളിലെ വേദനയകലുകെ അത് ചെവിയോർത്ത്. എൻ്റെ പടച്ചോനെ വയറു നിറച്ചോനെ, പകലു തെളിച്ചോനെ, കോനെ പാടാം ഹംദുകൾ തോനെ. അതിനാൽ ഈ റമളാനിൽ ശബലബച്ചിറകേറിപ്പോണേ, അത് ഫിർദൗസോളം പോണേ. അലിഫും ലാമും മീമും ചേർന്ന് അറിവിൻ സാഗഹമാകുമ്പോൾ, അലിവിൻ സ്നേഹവദസ്സുകളിൽ ഖുർആനുൽ പൂത്തണലാകുന്നു. പള്ള വിശന്നാലും ഉള്ളു നിറഞ്ഞോളും ഇഫ്താർ രുചിമേളം ആളം പ്രാർത്ഥനയായി കേട്ടോ. എള്ളോളം പൊതിയില്ലാത്തൊരു മുറി പള്ളികളിൽ കേട്ടോളും, അത് ഫിർദൗസോളം നീളും. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ആമിന മോൾ അടിപൊളിയായിട്ട് പാടിയില്ലേ. പെരുന്നാളുമായി ബന്ധപ്പെട്ട് റമളാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു നല്ല പാട്ടാണ് ആമിന മോൾ പാടിയത് അല്ലേ. റമളാനിൻ്റെ ബറക്കത്താക്കപ്പെട്ട ആ ഒരു മാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ ഭംഗിയുള്ള ഒരു പാട്ട് ആമിന മോൾ പാടി. മാഷാ അല്ലാഹ്, നല്ല രസമുണ്ടായിരുന്നു അല്ലേ കേൾക്കാൻ അല്ലേ. റമളാൻ കഴിഞ്ഞു, നമ്മൾ പെരുന്നാളിലാണുള്ളത്. പക്ഷേ ആ റമളാനിൻ്റെ സന്തോഷവും ആ റമളാൻ നമുക്ക് തന്ന വളരെ നല്ല ഓർമ്മകളുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. ആ നിലക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എന്തായാലും റമളാനിൽ അതിൻ്റെ ബറക്കത്തും അതിൻ്റെ റഹ്മത്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളുമൊക്കെ ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും ആമിന മോൾ ബാറക്കല്ലാഹു ഫീക്കും, നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ജസാക്കുമുല്ലാഹു ഖൈർ. അങ്ങനെ വളരെ നല്ല ഒരു സോങ് നമ്മൾ കേട്ടു. കടവത്തൂരിലുള്ള ആമിന മോളാണ് പാടിയത്. ഇൻഷാ അല്ലാഹ് രണ്ടാമതായി ഇന്നത്തെ എപ്പിസോഡിൽ പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ഷവ്വാലമ്പള്ളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലെ ഈ പെരുന്നാൾ ദിനത്തിലെ ഈ ഒന്നാമത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ പാട്ടുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് സെയ്ൻ അഹമ്മദ്. തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ സ്വദേശിയാണ് സെയ്ൻ അഹമ്മദ്. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കൂട്ടുകാരനാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ 3 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ. ആ 3 വയസ്സ് പ്രായമുള്ള കൊച്ചു കൂട്ടുകാരൻ നമ്മുടെ മുമ്പിലേക്ക് ഒരു പാട്ടുമായി വരുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം അല്ലേ. വളരെ ആവേശത്തോടെ റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് 3 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു കൂട്ടുകാരൻ അയച്ച ആ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത്താക്കായ എന്താണ് അവി ഐ സാവാണ് ഈമ
ഇട്ട അഞ്ഞെങ്കിൽ ഞങ്ങ അവ വീടാണ് കരിമട്ട അതെന്ത ഒന്നാണ് നിക്കലം അത് രണ്ടാണ് രണ്ടാമത്തെ കാറ്റാണ് കാറ്റാനാമ നായാണ് രണ്ടാമത്തെ അഞ്ചാണ്. ഓക്കെ, മാഷാ അല്ലാ. സൈൻ അഹമ്മദിൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി കാണും അല്ലേ? എന്താണ് സൈൻ അഹമ്മദിൻ്റെ പാട്ടിൽ സൈൻ അഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? എന്ത് കാര്യത്തെക്കുറിച്ചാണ് സൈൻ അഹമ്മദിൻ്റെ പാട്ടിലുള്ളത്? ആ കൊച്ചുമോൻ്റെ കൊച്ചു കൂട്ടുകാരൻ്റെ പാട്ടിലുള്ളത് ഇസ്ലാം കാര്യങ്ങളല്ലേ? ഇസ്ലാം കാര്യങ്ങൾ 5 വരുന്ന പാട്ടാണ് സൈൻ അഹമ്മദ് പാടിയത് അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കേൾക്കാൻ? 3 വയസ്സ് മാത്രമാണ് പ്രായം, അത് നമ്മൾ ഓർക്കണം അല്ലേ? അത്രയും ചെറുപ്പത്തിൽ തന്നെ റേഡിയോയിലേക്കൊക്കെ പാട്ട് അയക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അല്ലേ? മാഷാ അല്ലാ. സൈൻ അഹമ്മദിൻ്റെ ഉപ്പക്കും ഉമ്മക്കൊക്കെ അള്ളാഹു ധാരാളം ബർക്കത്ത് കൊടുക്കട്ടെ. സൈൻ അഹമ്മദിനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഖൈർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ സമയത്തിൽ സൈൻ അഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണി പറഞ്ഞിട്ടുള്ള പാട്ടാണ്. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. മാഷാ അല്ലാ. ഏതായിരുന്നാലും പീസ് റേഡിയോ ഏത് പ്രായത്തിലുള്ള കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും രക്ഷിതാക്കളോടാണെങ്കിൽ നമ്മുടെ മക്കൾക്കും പീസ് റേഡിയോയിൽ ഒരിടമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് തൃശ്ശൂരിലുള്ള നമ്മുടെ കൂട്ടുകാരൻ കൊച്ചു കൂട്ടുകാരൻ സൈൻ അഹമ്മദിൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ഇതുപോലെയുള്ള നന്മയുടെ വാതിലുകൾ നമ്മുടെ മക്കൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് സാന്ദർഭികമായി എല്ലാ സന്ദർഭങ്ങളിലും പല പ്രോഗ്രാമുകളെക്കുറിച്ച് നമ്മൾ ഉണർത്താറുള്ളത് പോലെ സാന്ദർഭികമായി എല്ലാ രക്ഷിതാക്കളെയും ഉണർത്തുകയാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് കൂടെ നമ്മുടെ മക്കളുടെ ശ്രദ്ധയെയും അവരുടെ ചിന്തയെയും ഓർമ്മയെയും ആവേശത്തെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാനും ക്ഷണിക്കാനും നമ്മളെല്ലാവരും ബോധപൂർവം തന്നെ ഇടപെടുകയും ശ്രമിക്കുകയും ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് സൈൻ അഹമ്മദ്. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു എല്ലാവിധ നന്മകളും സൈനിനും അവൻ്റെ കുടുംബത്തിനും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഷവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലെ ഈ എപ്പിസോഡിലെ 3ാമത്തെ കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഇഫ മെഹ്വിഷ്, നമ്മുടെ കൂട്ടുകാരി ഇഫ മെഹ്വിഷാണ് നമ്മുടെ കൂടെ ചേരുന്നത്. വളരെ ആനന്ദകരമായി സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഈ സ്റ്റാർ ക്വസ്റ്റിൽ ഇഫ മെഹ്വിഷ് ഏത് പ്രോഗ്രാമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മാഷാ അല്ലാ. ഇഫ മെഹ്വിഷ്, മോളുടെ വയസ്സ് എത്രയാണെന്നറിയോ? നമുക്ക് 4 വയസ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? 4 വയസ്സ് പ്രായമുള്ള ഇഫ മെഹ്വിഷ് എന്ന് പറയുന്ന കൂട്ടുകാരിയാണ്, കൊച്ചു കൂട്ടുകാരിയാണ് നമ്മുടെ മുമ്പിൽ ഒരു സുന്ദരമായ പാട്ടുമായി വന്നത്. ഉപ്പ ഉമ്മ അവരെക്കാളും ഇഷ്ടം എൻ്റെ നബിയോട്. മാഷാ അല്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നാണ് ആ പാട്ടിലൂടെ പഠിപ്പിച്ചിരുന്നത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അങ്ങനെയാണ്. സ്വന്തം ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ മക്കളേക്കാൾ നമുക്ക് ആരോട് ഇഷ്ടം വേണം?
ആരോട് ഇഷ്ടം വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം വേണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം വെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുക എന്നാണ് പ്രവാചകർ പറഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് അതിനർത്ഥം. അപ്പം അത്രയും ഇഷ്ടം നബിയോട് നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നബിയെ സ്നേഹിക്കുക? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഉപ്പനോടും ഉമ്മനോടും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉപ്പനും ഉമ്മനെ അനുസരിക്കും, അല്ലേ? അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അവർ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യൂല. അവർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയൂല. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഉണ്ടാവേണ്ട സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അതേപോലെ ചെയ്യണം, അതനുസരിക്കണം. അതിനനുസരിച്ച് നല്ല മക്കളായി ജീവിക്കണം, നല്ല വാക്കുകൾ സംസാരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, ചീത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ നബിയെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മക്കളായി മാറാൻ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? നമ്മുടെ വേഷത്തിലും നമ്മുടെ സംസാരത്തിലൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ നമുക്ക് കാണാൻ പറ്റണം. അതാണ് ഈ പാട്ടിലൂടെ ഇഷാ മെഹ്വിഷ് എന്ന് പറയുന്ന 4 വയസ്സ് മാത്രമുള്ള നമ്മുടെ കൂട്ടുകാരി നമുക്ക് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് വളരെ നല്ല രൂപത്തിലാണ് ഇഷാമോൾ പാടിയത്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഇനിയും പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്കും അതുപോലെയുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലേക്കും ഇഷമോൾ പാട്ടുകൾ പാടി അയക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 3 പ്രോഗ്രാമുകളാണ് നമ്മൾ കേട്ടത്. 3 പ്രോഗ്രാമുകളും പാട്ടായിരുന്നു. വ്യത്യസ്തമായ കൂട്ടുകാർ, അതിൽ തന്നെ 3 വയസ്സും 4 വയസ്സുമൊക്കെ പ്രായമുള്ള 2 കൂട്ടുകാരുടെ പാട്ടും നമ്മൾ കേട്ടു. അങ്ങനെയെങ്കിൽ പീസ് റേഡിയോ പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഷവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലെ നാലാമത്തെ കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ കണ്ടസ്റ്റൻ്റ് റൈഹാൻ എ എസ് എന്ന് പറയുന്ന കൂട്ടുകാരനാണ്. 8 വയസ്സ് പ്രായമുള്ള കൂട്ടുകാരനാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ഒരു പാട്ടുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ധാരാളം പാട്ടുകൾ തന്നെയാണ് സ്റ്റാർ ക്വസ്റ്റിലേക്ക് ഈ വർഷവും വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് റൈഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ പാട്ടിലേക്ക് നമുക്ക് ഒന്ന് കാതോർക്കാം. അകലെ അകലെ പള്ളി മിനാരും അഹദിൻ മദഹ്വാട്ടും നേരം തുടരും നോവിലിരുളിൽ നിന്റെ വചനം കാവിലുകുന്നു പകലും രാമൊരു പോ നിന്റെ കനിവിൻ കാവലൊഴുന്നു. അകലെ അകലെ പള്ളി മിനാരും അഹദിൻ മദഹ്വാട്ടും നേരം താരങ്ങളും മേഘങ്ങളും തസ്ബീഹും രാവിൽ പാദങ്ങളാ ജന്മങ്ങളും തക്ബീറും നേരും അഹദുന്റെ നാമം വാഴ്ത്തി ഹറമിലെ കിളികൾ പാടി ഗിരിലോക രക്ഷകനെ ഈമാന്റെ വയലരുളേറെ ഈ മണ്ണിലെ മുൾപാതയിൽ തണലും പുലരും അകലെ അകലെ പള്ളി മിനാരും അഹദിൻ മദഹ്വാത്തും നേരും പാൽപൂവിലെ പുന്നാമവൻ പുന്നബിലായും കാരുണ്യമേ നീയലയ ആരമിനുറവം നെങ്ങും തെക്കബീറും മന്ത്രം തുനിയിൽ ഇരുൾ മെല്ലെ നീങ്ങും നേരം സ്തുതിച്ചൊല്ലി എന്നും ഹൃദയം സുബ്ഹാന്റെ സവിരം തേടും ആലംബമേ നീയല്ലയോ ആരെയും എന്തും എന്നും. അകലെ അകലെ പള്ളി മിനാരും അഹദിൻ മദഹ്വാത്തും നേരം. മാഷാ അല്ലാഹ്, റൈഹാൻ അടിപൊളിയായി പാടിയല്ലോ. റൈഹാൻ്റെ പാട്ട് എന്തിനെക്കുറിച്ചാ? തുടക്കം തന്നെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? പള്ളിയെക്കുറിച്ചാണ്. പള്ളിക്ക് പോലുണ്ട് നമ്മളൊക്കെ നിസ്കരിക്കാനൊക്കെ. റമളാനൊക്കെ നമ്മൾ പള്ളിയിൽ പോയിട്ടില്ലേ? തറാവി നിസ്കരിക്കാൻ പോയിട്ടുണ്ട്, ജമാഅത്ത് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്, അല്ലേ? രാത്രിയൊക്കെ പള്ളിയിൽ എഴുത്തിക്കാഫൊക്കെ ഇരുന്നിരുന്നോ? ഒപ്പൻ്റെ കൂടെ ഉണ്ടാവും. കുറേ ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ടാവും, അല്ലേ? മാഷാ അല്ലാഹ്, ഭയങ്കര നല്ല രസമുള്ള സന്തോഷമുള്ള അനുഭൂതിയാണല്ലേ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കിട്ടുക. ആണ് അല്ലേ? പള്ളിയിൽ പോകണ ഇഷ്ടമല്ല എല്ലാവർക്കും? ആ ഇഷ്ടം നമുക്ക് എപ്പോഴും ഉണ്ടാവണം, അല്ലേ?
ധാരാളം ഖുർആൻ ഓതാ, ധാരാളം നിസ്കരിക്കുക, ധാരാളം ദിക്റില്ല, കുറേ പുണ്യം കിട്ടും. എത്ര പുണ്യം കിട്ടുക! ധാരാളം നന്മകൾ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ നന്മയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? നമ്മൾ ടെലിവിഷനിലൊക്കെ സാധാരണ കേൾക്കുന്ന ചോദ്യമാണല്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? മസാജിദുഹ. അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ പള്ളികളാണ്, ഭവനങ്ങളാണ്, അള്ളാഹുവിൻ്റെ വീടുകളാണ് പള്ളികൾ. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. എന്നാൽ നേരെ തിരിച്ചോ, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം ഏതാ? അസ്വാഖുഹ, അല്ലേ? അങ്ങാടികളാണ്. വെറുതെ ഇങ്ങനെ പോയിരുന്ന് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് കച്ചറുണ്ടാക്കി, അല്ലേ? അങ്ങനെ വെറുതെ സമയം കളയാൻ പോയിരിക്കുന്ന അങ്ങാടികളാണ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് പള്ളിയുമായിട്ട് എപ്പോഴും നല്ല ബന്ധം വെച്ച് പുലർത്താൻ നമുക്ക് പറ്റണം. അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ആളുകളിൽ പെട്ട ഒരു വിഭാഗം ആരാ? ചെറുപ്രായത്തിൽ പള്ളിയുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ്. അപ്പം അത്രയും നല്ല വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് പള്ളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. അത് വളരെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തു റൈഹാൻ നമ്മുടെ മുമ്പിൽ ഒരു പാട്ടായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. റൈഹാൻ നല്ല അടിപൊളിയായി പാടി. മാഷാ അല്ലാഹ്, എല്ലാവിധ ഖൈറും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 8 വയസ്സാണ് റൈഹാൻ്റെ പ്രായം. അതായത് ഒരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കൂട്ടുകാരനായിരിക്കും. ഏതായാലും നമ്മുടെ കൂട്ടുകാർ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരോടൊക്കെ എന്ത് ചെയ്യണം, റേഡിയോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയണം. ഞാനിങ്ങനെ പാടിയിരുന്നു, അതിങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് കേട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ റിലേറ്റീവ്സിനോടൊക്കെ പറയണം ഇൻഷാ അല്ലാ കേട്ടോ. ഏതായാലും ഖൈറായി, മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈർ. പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി ശവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിലെ അടുത്ത മത്സരാർത്ഥി അല്ലെങ്കിൽ അടുത്തതായി നമ്മുടെ കൂടെ ചേരുന്നത് ഖദീജ കെ വിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. കണ്ണൂർ കതിരൂർ സ്വദേശിയാണ് ഖദീജ. ഏതായിരുന്നാലും ഖദീജ നമ്മുടെ കൂടെ വരുന്നത്, നമ്മൾ കുറേ പാട്ടുകളാണ് കേട്ടത്, ഖദീജ മോൾ വരുന്നത് ഒരു പ്രസംഗവുമായിട്ടാണ്, സ്പീച്ചാണ്. അപ്പോൾ ഖദീജയ്ക്ക് എന്താണ് ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മളോട് പങ്കുവെക്കാനുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് അറബി മാസമായ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അറബി കലണ്ടറിലെ 12ാമത്തെ മാസമാണ് ദുൽഹിജ്ജ. ലോകത്തിലെ പല നാടുകളിൽ നിന്നും മുസ്ലിമീങ്ങൾ ഹജ്ജിന് പോകുന്നത് ഈ മാസമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറ തൗബയിലെ 36ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെയാണ് കാലങ്ങളെ അഥവാ 12 മാസം ഒരു വർഷത്തിന് എന്ന് നിശ്ചയിച്ചത്. അതിൽ 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ദുൽഹിജ്ജ. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസവും ഹാജിമാർക്ക് ആദ്യത്തെ 14 ദിവസവും വളരെ ശ്രേഷ്ഠമായതാണ്. ഇമാം ബസാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, അഫ്ളലു അയ്യാമു ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണ്. റമളാനിലെ ഒറ്റപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ പോലെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ലെ പകലുകൾക്കാണ് പ്രാധാന്യം. കാരണം യൗമു അറഫ പകലിലാണല്ലോ. അത് മാത്രമല്ല, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10ൽ ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്തുകൾ വേറെയില്ല. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി പറഞ്ഞു, ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ മുഴുവനും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ്. റമളാനിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ദുൽഹജ്ജിൽ ഹജ്ജ്, ഉംറ, നോമ്പ്, സദഖ എന്നീ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ എന്ന് വിശേഷിപ്പിച്ചത്.
ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ദുൽഹിജ്ജ എന്ന മാസം ഇസ്ലാം കാര്യങ്ങളുടെ പൂർണ്ണ രൂപമാണ് എന്ന്. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ യൗമു അറഫയിലെ ദുആയാണെന്നും അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങി വരുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതും പിശാച് നിന്ദ്യനായി നിൽക്കുന്നതും ഈ യൗമു അറഫയിലാണ്. കൂട്ടുകാരെ, ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നമുക്ക് കിട്ടുന്ന വിലമതിക്കാനാവാത്ത ഒരു നിധിയാണ് ദുൽഹിജ്ജ. അത് ബുദ്ധിപൂർവം ഉപയോഗിക്കാതെ സൂറ അൽ അസ്റിൽ പറഞ്ഞ മനുഷ്യരെ പോലെ കാലങ്ങളെ നഷ്ടപ്പെടുത്തുന്നതാവരുത് എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യോ, എന്താണ് ഖദീജ മോൾ നമ്മളോട് പറഞ്ഞത്? എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ദുൽഹിജ്ജ മാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ദുൽഹിജ്ജ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കൊക്കെ വന്നു. എന്താ വന്നത്? ഹജ്ജ് വന്നു അല്ലേ? ഹജ്ജ് ഏത് മാസത്തിലാണ്? ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. വേറെന്തോ വന്നല്ലോ ദുൽഹിജ്ജ എന്ന് പറഞ്ഞപ്പോൾ. ഹജ്ജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേറെന്തോ ഒന്ന് വന്നല്ലോ. വേറെന്താ വന്നത്? എന്തോ ഒരു സംഗതി വന്നിട്ടുണ്ട്. എന്താണ്? ബലിപെരുന്നാൾ അല്ലേ? ഇന്ന് നമ്മൾ പെരുന്നാളാണുള്ളത്. ഇനി വരാൻ പോണ പെരുന്നാൾ അല്ലേ? വലിയ പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയും. ബലിപെരുന്നാൾ. എന്തുകൊണ്ടാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത്? നമ്മൾ ബലിയൊക്കെ ഇറക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി ഇറക്കുന്ന ദിവസമാണ്. ഏതായിരുന്നാലും അതിനെക്കുറിച്ചാണ് ഖദീജ മോൾ, കണ്ണൂർ സ്വദേശിനിയായ ഖദീജ KV വളരെ വിശാലമായി വളരെ നല്ല രൂപത്തിൽ നമ്മളോട് അവതരിപ്പിച്ചു തന്നത് പ്രസംഗത്തിലൂടെ. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് കേൾക്കാനുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇൻഷാ അള്ളാഹ്. ഏതായിരുന്നാലും ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ ധാരാളം ഖുതുബയിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മുൻപ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഏതായിരുന്നാലും ആ എല്ലാ നന്മകളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യേകം ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഖദീജ. വളരെ നന്നായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം. മദ്രസയിൽ, സർഗമേളകളിലൊക്കെ, സ്കൂളുകളിലും പ്രസംഗ മത്സരത്തിലുമൊക്കെ പങ്കെടുത്ത് നല്ല ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. എല്ലാവരും വളരെ ആവേശത്തോടെയാണ് സ്റ്റാർ ക്വസ്റ്റിനെ വരവേൽക്കാറുള്ളത്, കേൾക്കാറുള്ളത്. ധാരാളം കൂട്ടുകാരുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഇന്നും ഈ എപ്പിസോഡും മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ 6ാമത്തെ കൂട്ടുകാരി നമ്മുടെ കൂടെ ചേരുന്നു. ഹിന ഫാത്തിമ AS. ഹിന ഫാത്തിമ നമ്മുടെ കൂടെ വരുന്നത് ഒരു പാട്ടുമായിട്ടാണ്. നല്ല അടിപൊളി പാട്ടായിരിക്കുന്നെന്ന് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാ, ഹിന മോളുടെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. അഹദിൻ പരീക്ഷണം, അലിയാർത്തങ്ങളെ വീട്ടിൽ പട്ടിണി, ഫാത്തിമ ബീവി കണ്ണീർ വാൾകളായി, കണിമലരുകളാം ഹസനുൽ ഹുസൈനി കണ്ട് കാരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ, ത്വാഹ നബിയോടോതി സങ്കടം, ത്വാഹ നബിയോടോതി സങ്കടം. മോളെ നീ ക്ഷമിച്ച നോക്ക്, പരീക്ഷണത്തെ ജയിച്ചു കാട്ട്, നാളെ ആ സുബർക്കലോകം വരിച്ചിടാനായി സബൂർ കാട്ട്. ഫാത്തിമത്ത് സഹറായി തിരിച്ചു വീട്ടിൽ, ഫതഹ് വരിക്കാനുറച്ച മട്ടിൽ, ഫലമത് നാളെ സുബർക്ക വീട്ടിൽ, ഉപ്പ കൊടുത്ത വാക്കിന്നു ജമേ, വിജയിച്ചു ഫാത്തിമ കുടുംബമേ. അഹദിൻ പരീക്ഷണം, അലിയാർത്തങ്ങളെ വീട്ടിൽ പട്ടിണി, ഫാത്തിമ ബീവി കണ്ണീർ വാർകളായി,
കണിമലരുകളാം ഹസനുൽ ഹുസൈനെ കണ്ട് കാരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹ നബിയോടോതി സങ്കടം ത്വാഹ നബിയോടോതി സങ്കടം. നമ്മൾ ഈ ചരിത്രപാഠം പഠിച്ചിടേണം, ജയിച്ചിടേണം, തിങ്കൾ നബിയൊരൊറ്റ മാർക്കം വരിച്ചിടേണം, കിമിച്ചിടേണം, ഹൃദയത്ത് റബ്ബിൽ തവക്കുലാക്ക്, വൃതി ചലിക്കാതെ നടന്നു കാട്ട്, വഴിമാറിയിടും നിന്റെ ഹലാക്ക്. സബറിൻ പ്രതിഫലങ്ങൾ ഏറെയായി സ്വർഗത്തിൻ മാർഗം പൂണ്ടം സ്നേഹിത. അഹദിൻ പരീക്ഷണം അലിയാത്തങ്ങളെ വീട്ടിൽ പട്ടിണി, ഫാത്തിമ ബീവി കണ്ണീർ വാകളായി, കണിമലരുകളാം ഹസനുൽ ഹുസൈനെ കണ്ട് കാരളകം പൊട്ടിക്കരഞ്ഞു നബിയുടെ പൂമോൾ ത്വാഹ നബിയോടോതി സങ്കടം ത്വാഹ നബിയോടോതി സങ്കടം. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. ഹിനമോൾ പാടിയത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. അഹദിൻ പരീക്ഷണം അലിയാർ തങ്ങളെ വീട്ടിൽ പട്ടിണി, ഫാത്തിമ ബീവി കണ്ണീർ വാർക്കലായി, കനിമലരുകളാം ഹസനും ഹുസൈനെ. ഹസൻ ഹുസൈൻ നമുക്കറിയാം അല്ലേ, അലി റളിയല്ലാഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും മക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളാണ്. വളരെ സങ്കടകരമായ ഒരു ചില ചരിത്ര ഓർമ്മകളുമായിട്ടുള്ള ഒരു പാട്ടാണ് ഹിനമോൾ അവതരിപ്പിച്ചത്. മാഷാ അല്ലാ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ആ പാട്ടിൻ്റെ ആശയവും അതിൻ്റെ ആ ഒരു സന്ദർഭവും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹിനമോളുടെ പാട്ടുണ്ടായിരുന്നത്. നമുക്കൊക്കെ ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഭംഗിയുണ്ടായിരുന്നു. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഇനിയും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ഇതുപോലെയുള്ള കൂട്ടുകാരികൾക്ക് ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് പോലെയുള്ള ടെലിഗസ് പോലെയുള്ള വ്യത്യസ്തമായ ധാരാളം പ്രോഗ്രാമുകൾ, ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരികൾക്കും നമ്മുടെ അയൽക്കാർക്കും ഒക്കെ നമ്മൾ തന്നെയാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. അങ്ങനെ അവരെയൊക്കെ ഈ ഒരു റേഡിയോയുടെ ഭാഗമാക്കുവാനുള്ള ഒരു ശ്രമം കൂടെ നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാകണം എന്ന് ഈ ഒരു സമയത്ത് എല്ലാ കൂട്ടുകാരികളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഷവ്വാലമ്പളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ ഈ എപ്പിസോഡിലെ 7ാമത്തെ കണ്ടസ്റ്റൻറ്റ് അബ്ദുൽ ഹാദി എന്ന് പറയുന്ന കൂട്ടുകാരനാണ്. അബ്ദുൽ ഹാദി നമ്മുടെ കൂടെ ചേരുന്നത് എവിടെ നിന്നാണെന്നറിയോ? കുറേ ദൂരത്തു നിന്നാണ്. അബ്ദുൽ ഹാദി ദുബൈയിൽ നിന്നാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അബ്ദുൽ ഹാദി അവതരിപ്പിക്കുന്നത് ഒരു അറബിക് സോങ് ആണ്. കേട്ടു നോക്കാം ഇൻഷാ അല്ലാ. Assalamu alaikum everyone. My name is Abdul Hadi. I'm in KG1. Today I'm going to recite Nasheed about Prophet Muhammad, peace be upon him. Mustafa, Mustafa, Mambaul Istafa, Sayyidul Anbiya, Mishalun fil wafa, kana fi atfihi lil yatama difa. Mustafa, Mustafa, Mambaul Istafa, Sayyidul Anbiya, Mishalun fil wafa, kana fi atfihi lil yatama difa. Hanna qalbi lahu fada shauqan laysa arju siwa sharbatan miyede assalatu alayhi wassalamu alayhi. Sama irtaka wa ata binaka wa ada wujhuhu nairan usrika namin afhihi hinana nalika kala fal tazabu antumu tulaka
Mustafa, Mustafa, Rambaul, Hisafa, Sayyidul Anbiya, Mishalun fil wafa, Kana fi atfihi, lil yatama difa. Jazakallahu khaira. മാഷാ അല്ലാ. അബ്ദുൽ ഹാദി KG1 പഠിക്കണമെന്ന് പറഞ്ഞല്ലേ. KG1 സ്റ്റുഡൻ്റാണ് അബ്ദുൽ ഹാദി. ദുബൈയിലാണ് അബ്ദുൽ ഹാദി ഉള്ളത്. അവിടെയാണ് അവൻ പഠിക്കുന്നത്. അബ്ദുൽ ഹാദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളൊരു നഷീദയാണ്, അറബിക് നഷീദയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. എല്ലാവരും കേട്ടല്ലോ അല്ലേ അബ്ദുൽ ഹാദിയുടെ അവതരണം? വളരെ ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ അല്ലേ. നല്ല ക്യൂട്ട് വോയിസാണ് അബ്ദുൽ ഹാദിയുടേത്. നല്ല ഉഷാറായിട്ട് അബ്ദുൽ ഹാദി അവതരിപ്പിക്കുകയും ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. മാഷാ അല്ലാ. അബ്ദുൽ ഹാദി എല്ലാവിധ നന്മകളുണ്ടാവട്ടെ. അടിപൊളിയായിട്ട് പാടിയിട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. മാഷാ അല്ലാ. ഏതായിരുന്നാലും ജസാക്കുമുല്ലാഹു ഖൈർ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാവിധ നന്മകളെയും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് വേഗം അടുത്ത മത്സരാർത്ഥിയിലേക്ക്, അടുത്ത കണ്ടസ്റ്റൻറ്റിലേക്ക് പോകാം. അടുത്തതായി നമ്മുടെ കൂടെ ചേരുന്നത് പറമ്പിൽ പീടിക സ്വദേശിനി ഹൈസ ഷിഹാബ് എന്ന് പറയുന്ന കൂട്ടുകാരിയാണ്. ഹൈസമോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു പാട്ടുമായിട്ടാണ്. ഏതാണ് ആ പാട്ട് എന്നറിയോ? LKG സ്റ്റുഡൻ്റ് ആട്ടോ ഹൈസമോൾ. ഹൈസമോൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് തോട്ടക്കാരുടെ കഥ ഞാൻ പാട്ടു രൂപത്തിൽ പാടാൻ പോവുകയാണ്. മുന്തിരി വിളയും പൂന്തോട്ടം, ഈന്തപ്പനയുടെ പൊൻതോട്ടം, ഇടയിൽ പനിനീറൊഴുകും തെളിനീരിന്റെ കൊതിച്ചോട്ടം. പൂന്തോട്ടത്തിനുടമസ്ഥൻ പദവി തികഞ്ഞ പണക്കാരൻ, തന്നുടെ തോപ്പും അരുവിയുമേ തന്റേതെന്നതിമോഹിച്ചു. റബ്ബിൻ നേരിനെ ലംഘിച്ചു അവന്റെ പാവം ചങ്ങാതി. അറിവ് തികഞ്ഞൊരു സൽക്കർമ്മി, അല്ല കൊടുത്ത ധനത്തിൽ അഹങ്കാരം നടിക്കരുതെന്നുപദേശിച്ചു. വിനയം കാട്ടാൻ ശാസിച്ചു. മറുത്തു ചൊല്ലി മുതലാളി, മരിക്കുമെന്നോ ചങ്ങാതി, പരലോകത്തിലും എനിക്ക് പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ അല്ലാഹു. മണ്ണാൽ നിന്നെ സൃഷ്ടിച്ചു മഹിമ തികഞ്ഞവൻ അല്ലാഹു. മരിച്ചു ചെന്നാൽ പലരത്തിൽ നിന്റെ കണക്കുകൾ കാണിക്കും, നരകം തന്നെ ശിക്ഷിക്കും. ചിരിച്ചു തള്ളി മുതലാളി, മരിക്കുമെന്നോ ചങ്ങാതി, പരലോകത്തിനും എനിക്ക് പദവികൾ നൽകും അല്ലാഹു, മുതലുകൾ നൽകും അല്ലാഹു. കഷ്ടം ഒരു നാൾ തോട്ടത്തിൽ കടന്നു ചെല്ലും നേരത്തെ, മുന്തിരി വള്ളികൾ ഈന്തക്കുല മണ്ണിലടിഞ്ഞു കിടക്കുന്നു, മുതലു നശിച്ചു കിടക്കുന്നു. കരഞ്ഞു പാവം മുതലാളി, പറഞ്ഞു ഞാനാം ധിക്കാരി, പരമപ്രഭുവാൻ പടച്ചവന്റെ പങ്കാളികളെ കൽപ്പിച്ചു, പെരുവിനാശം വാങ്ങിച്ചു. മാഷാ അല്ലാ. ഹൈസമോൾ പാടിയ പാട്ട് എന്താണ്? രണ്ട് തോട്ടക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു കഥയാണ് അല്ലേ. ഈ കഥ അതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവും. പീസ് റേഡിയോ കേൾക്കുന്ന കൂട്ടുകാരൻ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഈ കഥ. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് തോട്ടക്കാരുടെ സംഭവം വിശദീകരിക്കുന്നുണ്ട് അല്ലേ. ഒരു തോട്ടക്കാരൻ പറഞ്ഞു, എന്ത്, ഈ തോട്ടത്തിൽ എനിക്ക് ഇത്രയും വിശാലമായ ഫലങ്ങളും പഴങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള കാരണം അതെൻ്റെ അധ്വാനമാണ്, അതെൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് എന്നുള്ള ധിക്കാരം കാണിച്ചൊരു മനുഷ്യൻ എന്ത് ചെയ്തു? അയാളുടെ കൃഷി മൊത്തം നശിച്ചുപോയി. മറ്റൊരാൾ പറഞ്ഞു, എന്ത്, ഇതൊന്നും നമ്മുടെ കഴിവല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് ഇതൊക്കെ. അപ്പോൾ ആ നിലക്ക് മനസ്സിലാക്കുകയും അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ പേരിലും ആ റബ്ബിനോട് നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണമെന്ന് രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞെടുത്തു. പക്ഷേ അതയാൾ കേട്ടോ? അയാളത് കേട്ടതേയില്ല. അതുകൊണ്ട് തന്നെ അയാൾ അഹങ്കാരം കാണിച്ചത് കാരണം അള്ളാഹു അയാളെ പരീക്ഷിച്ചു അല്ലേ. അള്ളാഹുവിൻ്റെ ശിക്ഷ അയാൾക്ക് ഇറങ്ങി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അഹങ്കാരവും അഹന്തയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ കഥയും ഹൈസമോളുടെ ഈ പാട്ടൊക്കെ നമ്മളോട് പറയുന്നത് അല്ലേ. വിനയാന്യതരായി നിൽക്കാൻ നമുക്ക് എപ്പോഴും കഴിയണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആര് തന്നതാണ്? അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് തന്നെ ആ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ അള്ളാഹുവിനോട് എപ്പോഴും നന്ദി കാണിക്കുന്ന വിനയാന്യതരായ ആളുകളായി മാറാൻ നമുക്ക് പറ്റണം. അപ്പം എന്ത് ചെയ്യുക? അള്ളാഹു അവൻ്റെ അനുഗ്രഹത്തെ നമുക്ക് കൂടുതൽ തരും.
അതല്ല ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ അഹന്ത കാണിക്കാനും അഹങ്കാരം കാണിക്കാനും ശ്രമിച്ചാലോ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾ എന്ത് ചെയ്യും അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന ഏറ്റവും നല്ല കൂട്ടുകാരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന അങ്ങനെയാണ്. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് ശുക്ർ ചെയ്യുവാനുമുള്ള തൗഫീക്ക്, അതിനുള്ളൊരവസരം എനിക്ക് തരണേ എന്ന് നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കലുണ്ടോ? ഉണ്ടോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ? അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ടും അള്ളാഹുവിന് ശുക്ർ ചെയ്തും ജീവിക്കുന്ന ഏറ്റവും നല്ല മക്കളാകാൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് സൂറത്തുൽ കഹഫിലെ പ്രസ്തുത കഥയും അതുമായി ബന്ധപ്പെട്ട് ഹൈസ ഷിഹാബ്, പറമ്പിൽ പീടിക സ്വദേശിയായ LKGയിൽ പഠിക്കുന്ന ഹൈസ ഷിഹാബ് അവതരിപ്പിച്ച പാട്ടിലൂടെയും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാഷാ അല്ലാ, ഹൈസ ബാറക്കല്ലാഹു ഫീക്കും, അടിപൊളിയായിട്ടോ. ഓക്കെ കൂട്ടുകാരെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി ഷവ്വാൽ അമ്പളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ പെരുന്നാൾ സുദിനത്തിലെ സുന്ദരമായ എപ്പിസോഡ് തുടരുന്നു. വളരെ ആവേശകരമായ ആനന്ദകരമായ നിരവധി പാട്ടുകളും പ്രസംഗവും അറബിക് സോങ്ങൊക്കെ കേട്ടിരിക്കുകയാണ് നമ്മൾ അല്ലേ. ഇനി ഇൻഷാ അല്ലാ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു ഗ്രൂപ്പ് സോങ്ങാണ്. ഗ്രൂപ്പ് സോങ്ങുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു ഇൻഷ, സുലൈഖ, അതുപോലെ തന്നെ ഇസ്സ എന്ന് പറയുന്ന 2 കൂട്ടുകാർ. കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശികളാണ് നമ്മുടെ കൂട്ടുകാർ. കോഴിക്കോട് പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ഒരു അറബിക് ഗ്രൂപ്പ് സോങ്ങുമായിട്ടാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കേൾക്കാം. ضيام منه قدر يستحيل كل اللسان تودع وتكون مثلك يا عائشة بنت أبي بكر حبيب رسول الله فازت بقلب خير المرسلين في علم فاقت علم كل العالمين خبر جليل يصفه جبريل يجوب الدنيا عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر حبيبي رفيق النبي رسول الله عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر حبيبي رفيق النبي رسول الله عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر عائشة هميرة حبيب رفيق النبي رسول الله رفيقة النبي في الحياة حب النبي لها يفوق المعجزات يا عائشة بنت أبي بكر زوجة رسول الله رفيقة النبي في الحياة حب النبي لها يفوق المعجزات يا عائشة بنت أبي بكر زوجة رسول الله عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر حبيبي رفيق النبي رسول الله عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر عائشة هميرة عائشة هميرة عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر حبيبي رفيق النبي رسول الله عائشة هبك له حب من يحبه فسطح بنزل قلوب مسلمين بنت أبي بكر عائشة هميرة حبيب رفيق النبي رسول الله. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ.
എല്ലാവരും കേട്ടോ പാട്ട്? അല്ല, അടിപൊളിയായിട്ട് പാടില്ലേ. ഗ്രൂപ്പ് സോങ് ആണ് അവർ പാടിയത്. നമ്മുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അയക്കുന്നതല്ലേ അല്ലേ, അതിൻ്റെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാഷാ അല്ലാ അവർ ധൈര്യത്തോടെ ഇത് പാടി റെക്കോർഡ് ചെയ്ത് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് അയച്ചു എന്നുള്ളതാണ് മാർക്ക്. അങ്ങനെയല്ലേ മാർക്ക്? എത്ര കൂട്ടുകാർ വേറെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടോ ചെയ്യാൻ? വളരെ കുറച്ച് കൂട്ടുകാരാണ് റേഡിയോൻ്റെ കൂട്ടുകാരായിട്ടുണ്ടാവുക. ആ കൂട്ടുകാർ വളരെ ആവേശത്തോടെ റേഡിയോൻ്റെ ഓരോ പ്രോഗ്രാമുകളും ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. ആ ആവേശവും ആ സന്തോഷവുമാണ് ഇൻഷാ സുലേഖ ഇസ്സ എന്ന് പറയുന്ന 3ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരുടെ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ. വളരെ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെയാണ് അവർ അറബിക് സോങ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമ്മളെല്ലാവരും നല്ല നിലയ്ക്ക് എൻജോയ് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മക്കളെ ബാറക്കല്ലാഹു ഫീക്കും. വളരെ ഭംഗിയുണ്ടായിരുന്നു. ഇൻഷാ ഇസ്സ ഇവർ ജ്യേഷ്ഠത്തി അനിയത്തി ആവാനാണ് സാധ്യത, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ഭംഗിയുണ്ടായിരുന്നു പാടിയത്. മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഇനിയും സ്റ്റാർ ക്വസ്റ്റും അതുപോലെയുള്ള റേഡിയോയുടെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുടെയും ഭാഗമാകാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ പ്രോഗ്രാം, പിറന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഷവ്വാലമ്പിളി തുടരുന്നു. ഈ എപ്പിസോഡിലെ 10ാമത്തെ പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിനിയായ ലിബ ഫാത്തിമ. ലിബ ഫാത്തിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് പ്രസംഗമാണോ, പാട്ടാണോ, കഥയാണോ, കവിതയാണോ, എന്താണോ? നമ്മളൊന്ന് ഗസ് ചെയ്ത് നോക്കി എന്തായിരിക്കും? ചെയ്തോ? ചില ആൾക്കാർ വിചാരിച്ച് പാട്ട് തന്നെ ആയിരിക്കും. ചില ആൾക്കാർ അല്ല, അപ്പോൾ കുറേ പാട്ടായില്ല, അപ്പോൾ ചിലപ്പോൾ കഥയായിരിക്കും. ഏതായാലും നമുക്ക് കേട്ട് നോക്കാം. ലിബ മോൾ ഏത് പ്രോഗ്രാമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പാ, ഉടയോൻ തുണയല്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. നേരം കളയാതെ അറുക്കു ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കു ബാപ്പാ. നേരം കളയാതെ അറുക്കു ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കു ബാപ്പാ. ബലിയായി തവ ദേഹം കൊടുക്കും നേരം വലിയോൻ തുറയ്ക്കുന്നു സുവർഗ്ഗമേഴും. ബലിയായി തവ ദേഹം കൊടുക്കും നേരം വലിയോൻ തുറയ്ക്കുന്നു സുവർഗ്ഗമേഴും. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. മോനെ ഇസ്മായിൽ ഫിർദൗസിലെ മോഹം നിലയ്ക്കുള്ളിൽ തുടിക്കുന്നില്ലേ. മോനെ ഇസ്മായിൽ
കുടയോനോടറുക്കു ബാപ്പാ തക്ബീർ മുഴക്കി കൊണ്ടറുക്കു ബാപ്പാ തൗഫീഖുടയോനോടറുക്കു ബാപ്പാ എന്താണോരോ കാറ്റും ഇടിയും കേൾപ്പൂ എന്താണൊരു ശബ്ദം മുഴങ്ങി കേൾപ്പൂ എന്താണൊരു കാറ്റും ഇടിയും കേൾപ്പൂ എന്താണൊരു ശബ്ദം മുഴങ്ങി കേട്ടു വിധിയെ വിറക്കാത്തോരിബ്രാഹിമേ മദിനി വിജയിച്ച പ്രിയ റസൂലേ വിധിയെ വിറക്കാത്തോരിബ്രാഹിമേ മദിനി വിജയിച്ച പ്രിയ റസൂലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാ. അപ്പോൾ ചില ആൾക്കാർ ഗസ് ചെയ്തത് പാളി അല്ലേ? ലിബ ഫാത്തിമ, പെരിന്തൽമണ്ണ സ്വദേശി ലിബ ഫാത്തിമ അവതരിപ്പിച്ചത് ഒരു പാട്ടായിരുന്നു. ഏതാണ് ആ പാട്ട്? ഏത് ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ പാട്ട്? നമുക്ക് ആ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായില്ലേ? ഉടനെ കഴുത്തിൻ്റെ ദറുക്കുബാപ്പ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി. അപ്പം തന്നെ മനസ്സിലായി ആരാണ്? ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പാടാറുള്ള കേൾക്കാറുള്ള പാട്ടാണ് അല്ലേ? മാഷാ അല്ലാ, വളരെ നന്നായി പാടി ലിബമോൾ, വളരെ ഉഷാറായിരുന്നു. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുകാരെ, പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം പീസ്രയുടെ അവതരിപ്പിക്കുന്ന പെരുന്നാൾ ദിന സ്പെഷ്യൽ പ്രോഗ്രാം ഷവ്വാൽ അമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. ധാരാളം പാട്ടുകളും അതിൽ തന്നെ അറബിക് പാട്ടുകളും ഒരു ഗ്രൂപ്പ് സോങ്ങും എല്ലാം നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഒരു അടിപൊളി പ്രസംഗവും നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാ, വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അധികം വൈകാതെ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.